സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് CSR ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പ്. 1000 കോടിക്ക് മുകളിലാണ് തൊടുപുഴ സ്വദേശിയായ കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണൻ തട്ടിയത്. സംസ്ഥാനത്തുടനീളം നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത്. തട്ടിപ്പ് പുറത്തു വന്നതോടെ പരാതികളുടെ കൂമ്പാരമാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനന്തുകൃഷ്ണനെതിരെ എത്തിയിരിക്കുന്നത്. പകുതി വിലയ്ക്ക് 2 വീലർ വാഗ്ദാനം ചെയ്തായിരുന്നു പ്രധാന തട്ടിപ്പ്. 2 വീലറിന് പുറമെ തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് തുടങ്ങിയവയും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുമെന്ന് പറഞ്ഞും ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു. ഇവയുടെ വിതരണ ഉദ്ഘാടനത്തിന് പ്രമുഖരെയും രാഷ്ട്രീയ നേതാക്കളെയും പങ്കെടുപ്പിച്ചിരുന്നു. ഇതിലൂടെ ആളുകളുടെ വിശ്വാസം പിടിച്ചുപറ്റിയായിരുന്നു തട്ടിപ്പ് നടത്തിയത്. തട്ടിപ്പ് നടത്താനായി പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു അനന്തുകൃഷ്ണൻ പണസമാഹരണം നടത്തിയത്. സ്ത്രീകളുടെ സ്വാശ്രയ ഗ്രൂപ്പുകളാണ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ. സംസ്ഥാനത്തുടനീളം 62 സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിരുന്നു. തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ ആദ്യം ചിലർക്ക് ലഭിച്ചിരുന്നു. സംസ്ഥാനത്തുടനീളം വിപുലമായ മേളകൾ സംഘടിപ്പിച്ചാണ് അനന്തുകൃഷ്ണൻ വിശ്വാസ്യത നേടിയെടുത്തത്. ഈ വിശ്വാസം പ്രയോജനപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. അനന്തുകൃഷ്ണൻ നേരത്തെയും ഇത്തരത്തിൽ സമാന തട്ടിപ്പ് നടത്തിയിരുന്നുവെന്നാണ് വിവരം. ആദ്യം പണം ഇരട്ടിപ്പ് പരിപാടിയാണ് അനന്തുകൃഷ്ണൻ നടത്തിയിരുന്നത്. 2018 അനന്തുകൃഷ്ണൻ NGO ആരംഭിക്കുന്നത്. മൂവാറ്റുപുഴ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ സൊസൈറ്റി എന്ന പേരിലായിരുന്നു NGO ആരംഭിക്കുന്നത്. ഇതിനുശേഷം മറ്റൊരു സ്ഥാപനവും ആരംഭിച്ചു. ഇതിന് പിന്നാലെയാണ് സീഡ് സൊസൈറ്റികൾ ആരംഭിച്ചത്. 62 സീഡ് സൊസൈറ്റികളിലും കോർഡിനേറ്റർമാരുണ്ടായിരുന്നു. ഇവർ വഴിയായിരുന്നു പണശേഖരണം. 2022 വരെ വാഗ്ദാനങ്ങൾ പണം നൽകിയവർക്ക് ലഭിച്ചിരുന്നു. CSR ഫണ്ട് മുഖേന 50% ഡിസ്കൗണ്ടിൽ സ്കൂട്ടറും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്തായിരുന്നു അനന്തുകൃഷ്ണന്റെ തട്ടിപ്പ്. തട്ടിപ്പിൽ ഏറെയും വീണത് സ്ത്രീകളാണ്. നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ 98 സ്ത്രീകളാണ് പരാതിയുമായി എത്തിയത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലക്കാരാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും. ഇടുക്കിയിൽ മാത്രം 100ഓളം പേർക്ക് പണം നഷ്ടമായെന്നാണ് വിലയിരുത്തൽ. മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് 9 കോടി രൂപയാണ്. 40,000 മുതൽ 60,000 രൂപ വരെയാണ് ഒരാൾക്ക് നഷ്ടമായത്. പറവൂരിൽ മാത്രം 1000-ലധികം പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, പോത്താനിക്കാട്, കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 2000-ലേറെ വനിതകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലും കേസുണ്ട്. 98 സ്ത്രീകളാണ് തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 72,58,300 രൂപ കൈപ്പറ്റിയെന്നാണ് പരാതി. അതേസമയം നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CDS ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വിശ്വസിപ്പിച്ചായിരുന്നു അനന്തുവിന്റെ തട്ടിപ്പ്. സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി. അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. വുമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത്. പണമടച്ച് 45 ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാക്കുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാഗ്ദാനത്തിൽ വീണവർ അനന്തുകൃഷ്ണന് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായി പണം കൈമാറി. അനന്തുകൃഷ്ണന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടി രൂപ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ 3 കോടി രൂപ മാത്രമാണ് നിലവിൽ അവശേഷിക്കുന്നത്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് അനന്തുകൃഷ്ണൻ ഇടുക്കി, കർണാടകം എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സത്യസായി ട്രസ്റ്റിന്റെ പേരിലടക്കം ഭൂമി വാങ്ങിയെന്നും സൂചനയുണ്ട്. കൊച്ചി ഈയാട്ടുമുക്കിലെ ബാങ്ക് ശാഖയിലാണ് പ്രതി തട്ടിപ്പ് പണം നിക്ഷേപിക്കാൻ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. കടലാസ് കമ്പനികളുടെ മറവിലെടുത്ത അക്കൗണ്ടിലൂടെയായിരുന്നു പണ ഇടപാടുകൾ. അതേസമയം അനന്തുകൃഷ്ണൻ മുഖ്യപ്രതിയായ കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിനെയും പ്രതിയാക്കിയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7 പ്രതികളുള്ള കേസിൽ ലാലി വിൻസെന്റ് 7ാം പ്രതിയാണ്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് പുറമെ BJP നേതാവ് AN രാധാകൃഷ്ണനുമായും അനന്തുകൃഷ്ണന് അടുത്ത ബന്ധമുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു. അനന്തു കോർഡിനേറ്ററായ സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ NGO കോൺഫെഡറേഷനുമായി AN രാധാകൃഷ്ണൻ സഹകരിച്ചിരുന്നു. AN രാധാകൃഷ്ണന്റെ സൈൻ എന്ന സംഘടന കോൺഫെഡറേഷനുമായി സഹകരിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഇതുമായി സംബന്ധിച്ച ചർച്ചകൾ അനന്തുവിന്റെ ഫ്ളാറ്റിൽ നടന്നിരുന്നുവെന്ന വിവരവും പുറത്തു വന്നിരുന്നു. രാഷ്ട്രീയ ഭേദമന്യേയാണ് അനന്തുകൃഷ്ണൻ നേതാക്കളെ തന്റെ തട്ടിപ്പിൽ ഉൾപ്പെടുത്തിയത്. CSR ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പിൽ രാഷ്ട്രീയ നേതാക്കളടക്കം ഇനിയും കൂടുതൽ പേർ കുടുങ്ങുമെന്ന് തന്നെയാണ് സൂചന.